നോക്കൂ, അത് ഞാനല്ല ആ ഉത്തരം പറയേണ്ടത്. അത് അബ്ദുസ്സലാമാണ് ആ ഉത്തരം പറയേണ്ടത്. രാവിലെ സുജിയ പാർവതിയുടെ സൗണ്ട് ബൈറ്റിൽ സി കൃഷ്ണകുമാർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, മലപ്പുറം, പൊന്നാനി, പാലക്കാട് ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിരിക്കും നരേന്ദ്രമോദിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പം നമുക്കിപ്പോൾ മലപ്പുറം സ്ഥാനാർത്ഥിയെ ആ, നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കണമെന്നൊരാഗ്രഹം ഒന്നും ഇല്ലല്ലോ. പക്ഷേ ബി ജെ പി ആ നിലയിലായിരുന്നു ആസൂത്രണം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പരിപാടികൾ നിർത്തിവെച്ചുകൊണ്ട് ഒരു ഓവർകോട്ടൊക്കെ ഇട്ട് ഡോക്ടർ അബ്ദുൽ സലാം എന്ന മുൻ കാലിക്കറ്റ് വി സി പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, 9 മണിക്ക്, ഏതാണ്ട് 9 മണിക്ക് വന്ന എസ് പി ജി ലിസ്റ്റിൽ അദ്ദേഹം അറിയുകയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ താനില്ല എന്ന്. നമ്മുടെ പ്രതിനിധി വി എസ് രാജേഷ്, അല്ല, വി എസ് രഞ്ജിത്ത് അവിടെ അബ്ദുസലാമിൻ്റെ ബൈറ്റ് എടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ അബ്ദുസലാം അവിടുത്തെ ഒരു പാലക്കാട് ജില്ലാ ഭാരവാഹിയോട് തട്ടിക്കയറുകയായിരുന്നു. ആ, പക്ഷേ അതിന് തൊട്ട് ശേഷമാണ് നമ്മളുടെ ബൈറ്റിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു ആ, ഇതൊക്കെ ഉണ്ട്, ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു നീരസവും ഒക്കെ നമ്മുടെ ഇതിനുണ്ട്. നോക്കിവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും കുറവ് വരുന്നൊന്നുമില്ല. അതൊന്നും ആ നിലയിലല്ല വിലയിരുത്തുന്നത്. ഞാനിവിടെ കാണാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇതുവരെ പ്രഖ്യാപിച്ച 191 ആണെന്ന് തോന്നുന്നു ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 191 ഇതുവരെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഒരു നിയമസഭാംഗമില്ലാത്ത, ഒരു ലോക്സഭാംഗമില്ലാത്ത, കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി ഇല്ലാത്ത പാർട്ടിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ഞാനത് ഇന്നത്തെ ചർച്ചാ വിഷയമായി കാണുകയും പിന്നീട് ഞാൻ അതിൻ്റെ വിവിധ വശങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഉത്തരേന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ 50%-50%-ലധികമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരു കാരണവശാലും മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തില്ല? അങ്ങനെ ഇവിടെയും ഞാൻ കൃത്യമായി കണക്കെഴുതി വെച്ചിട്ടുണ്ട്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും 2019 വരെ ഹിന്ദു സ്ഥാനാർത്ഥികളായിരുന്നു. 2021 ബൈ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് അബ്ദുള്ള കുട്ടിയെ നിർത്തുന്നത്, ഇപ്പോൾ അബ്ദുസലാമിനെ നിർത്തുന്നത്. അപ്പോൾ ഈ 2021 മുതലാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണം മലപ്പുറത്ത് എന്നുള്ള നിലയിൽ ഒരു ചിന്താഗതി വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായും അബ്ദുള്ള കുട്ടിയുടെ കാര്യത്തിനകത്ത് അബ്ദുള്ള കുട്ടിക്ക് കുറച്ച് വോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചു. അബ്ദുസലാമിന് ആ നിലയിൽ, അദ്ദേഹം തിരൂറുകാരനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ നിലയിൽ വോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം മുസ്ലിം സ്ഥാനാർത്ഥികൾ? നമ്മൾ ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോവാം. ബീഹാർ പോലുള്ള മുസ്ലിങ്ങൾ 50% മുകളിലുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, അവിടെ നിയമസഭാ മണ്ഡലങ്ങളും അങ്ങനെയുള്ളതുണ്ടല്ലോ, അവിടെ സാധാരണഗതിയിൽ ബി ജെ പി ഒരു ഹിന്ദു സ്ഥാനാർത്ഥി, അതും തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥികളായിരിക്കും അവിടെയൊക്കെ സ്ഥാനാർത്ഥികളാകുന്നത്. ഇപ്പുറത്ത് ആർ ജെ ഡിയുടെയോ നേരത്തെ ജെ ഡി യു മറുഭാഗത്തുണ്ടാകുന്ന ഘട്ടത്തിലോ അവരുടെയൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും ഉണ്ടാവുക. പെട്ടെന്നൊരു ദിവസം എ എം ഐ എമ്മിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബി എസ് പിയുടെയോ ഒക്കെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ വന്നു പെടുകയാണ് ചെയ്യുക. എ എം ഐ എം ഒന്നും അവിടെ ബീഹാറിൽ ഒരു ഒരു സാധാരണ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം പോലും നടത്താറില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് പ്രധാനമായും സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ഏരിയയിൽ നിന്നാണ്. ആർ ജെ ഡി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ഏരിയയിൽ നിന്നാണ്. കാരണം ആകെ യാദവ് വോട്ടുകളും മുസ്ലിം വോട്ടുകളേ ഉള്ളൂ. പക്ഷേ അവിടെ എ എം ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് എ എം ഐ എം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് കളയും വോട്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അത്രയല്ലേ അറിയുള്ളൂ. നമ്മൾ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ പോയിട്ടെങ്കിലും നമുക്ക് ആഴത്തിൽ അറിയില്ലല്ലോ. കേരളത്തിലൊരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ എ എം ഐ എം വന്നിട്ട് ഇവിടെ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അല്ലെങ്കിൽ പൊന്നാനിയിലൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ എത്ര വോട്ട് കിട്ടും? ഒരു 2000 വോട്ട് കിട്ടും, അല്ലെങ്കിൽ 3000 വോട്ട് കിട്ടും, അല്ലെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറം അവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊതുവേ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ട്രെൻഡ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ ഒരു ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഇപ്പോൾ ബി എസ് പി ഒന്ന് അവിടെ ഒരു പെട്ടെന്ന് ന്യൂനപക്ഷങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ്, അവർക്ക് വോട്ട് കൊടുക്കുകയാണ്. എ എം ഐ എം വരുന്നു, ഉടനെ എ
എമ്മിന് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നു, അവിടെ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ കാണാറുള്ളത്. നമുക്ക് ഞാൻ എപ്പോഴും ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനൊക്കെ സംശയത്തോടു കൂടി മാത്രം കാണുന്നയാളാണ്. കാരണം ലോകത്ത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഈ ഈ വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളൊക്കെ സാങ്കേതിക വിദ്യയിൽ തന്നെയാണ് മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അതിൻ്റെ ദുരുപയോഗ സാധ്യതകൾ കണ്ട് പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ആ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? വളരെ ഒരുപക്ഷെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ദുർഗ്രഹമായ രീതിയിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ നോക്കൂ, അതിനെ ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ വേണ്ട. പക്ഷേ കേരളത്തെ ഒരുപക്ഷെ സൊമാലിയ എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പിന്നെ എന്താ പറയുക, കേരള സ്റ്റോറി നടത്തുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണ്ട എന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള വലിയ നേതാക്കൾ പറയുന്നു. എന്നിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തുകയും എന്നിട്ട് ആ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ സ്നബ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കാതെ വരുന്നത് എന്ന് സംബന്ധിച്ചൊരു ആത്മപരിശോധന BJP നടത്തിയാൽ BJPക്ക് അക്കാര്യങ്ങൾ മനസ്സിലാവും. കാരണം കേരളത്തിലെ ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട്, ജനങ്ങളെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ വരുന്നത്. കേരളത്തിലെ വളരെ നിർണായകമായ ഒരു ഘടകമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. അവരുടെ വോട്ട് വേണ്ട എന്ന് മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണെങ്കിൽ പോലും പിന്നീട് ആ പ്രസ്താവന അതിനേക്കാൾ മുതിർന്ന ഒരു BJP നേതാവ് ഖണ്ഡിക്കാത്തതുകൊണ്ടും ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ട എന്ന് പറയുകയും ചെയ്ത് ഇവിടെ വന്ന് ന്യൂനപക്ഷ വോട്ടുകൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, അത്രയും വിശാല മനസ്കരല്ല, അത്രയും ഹൃദയ വിശാലത അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനാർത്ഥിയെ സ്നബ് ചെയ്യുന്നതിലൂടെ ഒരിക്കൽ കൂടി BJP ന്യൂനപക്ഷ വിഭാഗവുമായി ഒരു തരത്തിലും കണ്ണി ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തെളിയിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ. ശരി, മുസ്ലിം Meet the editors.